أبأنا مولده الطيب سوره طيب مبتدئ منه ومختتمه يوم تفرس فيه فرس أنهم قد أنذروا بحلول البأس والنقم أبت إيمانك سرى وهو مصابيح كشمل أصحابك سرى ويا ملتئم النار خامدة أنفاس من أسف النار خامدة الأنفاس من أسف دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مساء سمت أن غابت بحيرتها فردا واردها بالغيظ حين غني فأنا بالنار بماء من بلل فزنوا بالماء ما بالنار من ظلم الجن تجطيف والأنوار ساطئة والحق يظهر من معنى ومن كلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بعدي ما أخبر الأقوام كائنه منبرجا لم يقوم بعد عيان باللطف من شغوبي من الله بالرزق ما في الأرض من سلمي حتى غدا طريقي وحي منهزم من الشياطين يقفو إثر منهزم كأنه برغتي أو عسكر بالحصى من راحتيه رومي بذنبه بعد تصبيهم ببطنهما نبر المسبح من أحشاء مرتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കായ പ്രവാചക പ്രേമികൾ കിലോമീറ്ററുകളോളം മർക്കസു സഖാഫത്ത് സുന്നിയുടെ രണ്ട് സൈഡിലേക്കും നിൽക്കുന്ന പരിശുദ്ധമായ ഷഹ്റു മുബാറക്ക് അത് ഒരു നോക്ക് കാണാനും ആ ബറക്കത്തുള്ള വെള്ളം സ്വീകരിക്കാനുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾക്ക് പ്രിയപ്പെട്ട വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം വളരെ സഹകരിച്ച് പ്രവാചക പ്രേമികൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വേദിയിൽ ധാരാളം സാദാത്തുക്കളും ആലിമുകളും നേതൃത്വം നൽകുന്ന ഈ മഹത്തായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമായുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് കൂറത്തങ്ങൾ മഹാനവറുകളും നമ്മുടെ വേദിയിൽ ഉണ്ട്. ധാരാളം സാദാത്തുക്കളും ഉലമാക്കളും കേന്ദ്ര മുശാവറ അംഗങ്ങളും എല്ലാം അണിനിരക്കുന്ന ഈ മഹത്തായ വേദി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കൈപിടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ശൈഖുനായ എ.പി. ഉസ്താദിനെ കണ്ട് സ്ഥാപനത്തിലേക്കുള്ള ഹദിയകൾ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ അവിടുത്തെ ഇഷ്ടപ്രകാരം ഇരിക്കുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്യുമ്പോൾ മർക്കസിന്റെ 1000 പദ്ധതികൾക്ക്
നമ്മുടെ ഒരു ചെറിയ കൈനീട്ടം ഇൻഷാ അല്ലാഹ് വന്യരായ തങ്ങളവറുകളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നറിയിക്കുകയാണ്. മഹാനായ സയ്യിദ് കൂറത്തങ്ങൾ അവിടുത്തെ കരങ്ങൾ ഗ്രഹിക്കുന്ന കൂട്ടത്തിൽ മർക്കസു സഖാഫത്ത് സുന്നിയക്കുള്ള നമ്മളുടെ എളിയ സംഭാവനകൾ കൂടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് അവേലത്തുതങ്ങളും ഷെയ്ഖുന എ.പി. ഉസ്താദും അവിടുത്തെ കൂട്ടായ്മയിൽ തുടങ്ങി ഇന്ന് സയ്യിദ് അലി ബാഫഖി തങ്ങളും ഷെയ്ഖുന എ.പി. ഉസ്താദും നയിക്കുന്ന മർക്കസു സഖാഫത്ത് സുന്നിയ മഹത്തായ അതിന്റെ പടവുകളിലെ വിജയകരമായ ചരിത്ര വഴിത്തിരിവ് ഷഹർ മുബാറക്ക് മസ്ജിദുൽ ആധാറിന്റെ ശിലാസ്ഥാപനവും പരിശുദ്ധമായ ഹെറിറ്റേജ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനവും ഒരുമിച്ച് നടക്കുന്ന ഇരട്ടി മധുരമുള്ള ഈ മഹനീയമായ മുഹൂർത്തത്തിന് സാക്ഷിയാകാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളും നിറഞ്ഞു നിന്ന പരിശുദ്ധമായ അവിടുത്തെ ഷഹർ മുബാറക്ക് വിശുദ്ധ കേശവുമായി എന്തെല്ലാം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കിയാലും വിശ്വാസികളെയും മുഹിബ്ബീങ്ങളെയും ആശിഖീങ്ങളെയും തടുത്തു നിർത്താൻ കഴിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കേശത്തിന്റെ ദർശനത്തിനും ആ പരിശുദ്ധമായ ഷഹർ മുബാറക്ക് ഇട്ട മബ്റൂക്കായ വെള്ളത്തിനും വേണ്ടി ലക്ഷക്കണക്കായ ആളുകൾ കിലോമീറ്ററുകൾക്കകലെ മർക്കസു സഖാഫത്ത് സുന്നിയെ വലയം ചെയ്യുമ്പോൾ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കാത്തുസൂക്ഷിച്ച അതബോടെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര സെമിനാറിന് പേര് നൽകിയ മുതഅല്ലിമുകൾ എല്ലാവരും പണ്ഡിതന്മാരും ഉടനെ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന അന്താരാഷ്ട്ര പഠന ചർച്ചാ വേദി നേരത്തെ പേര് നൽകിയ പണ്ഡിതന്മാർ ഉടൻ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് വിനയത്തോടെ അറിയിക്കുന്നു. നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലേക്കുള്ള വിലപ്പെട്ട സംഭാവനകൾ നേരിട്ട് സ്വീകരിക്കുന്നതിന് വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളുൽ കോയമ്മ തങ്ങൾ കൂറ നമ്മോടൊപ്പമുണ്ട്. തങ്ങളുടെ കൈ പിടിച്ച് ബുദ്ധിമുട്ടാക്കാതെ അവിടുത്തെ സന്നിധാനത്തിൽ സംഭാവനകൾ വെച്ചു നൽകി പുണ്യം ചെയ്ത കരങ്ങളുമായി കാന്തപുരം ഉസ്താദ് അവറുകൾ ഓഫീസ് പരിസരത്ത് നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നേരിട്ട് കാണുന്നതിന് ഇപ്പോൾ അവസരമുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. അബ്ദുറഹ്മാൻ ഉള്ളാൾ എന്ന സഹോദരൻ മർക്കസ് ഹിഫ്ളിന്റെ പരിസരത്ത് ഒരൽപ്പം ക്ഷീണത്തിൽ വിശ്രമിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ഉടനെ അങ്ങോട്ട് എത്തിച്ചേരണമെന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്നവരോട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇഹിയാ ഉസ്സുന്ന പ്രസിദ്ധീകരിക്കുന്ന ആറ്റൽ നബി എന്ന മഹത്തായ സാഹിത്യ ശില്പം ഈ വേദിയിൽ പ്രകാശിതമായി വിലപ്പെട്ട ഉപഹാരമാണ്. കൈവശപ്പെടുത്തുവാൻ എല്ലാവരോടും അറിയിക്കുന്നു. കാന്തപുരം ഉസ്താദിന്റെ അതുല്യമായ തൂലികയിൽ നിന്ന് പിറന്നു വീണ 50ഓളം കനപ്പെട്ട രചനകൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പരിസരങ്ങളിൽ പലയിടങ്ങളിലും കൗണ്ടറുകളിൽ ലഭിക്കും. കൈവശപ്പെടുത്തണം. അനാഥകളെയും ആലിമുകളെയും സംരക്ഷിക്കുന്നതിന് പ്രതിവർഷം ഒരു വിദ്യാർത്ഥിക്ക് 12,000 രൂപ ചെലവില് തകാഫുൽ പദ്ധതി ബഹുജനങ്ങൾക്ക് പങ്കാളിത്തത്തിനു വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കൗണ്ടറുകൾ വിന്യസിച്ചിരിക്കുന്നു. അത് ശ്രദ്ധിക്കുവാൻ അറിയിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ സന്ധിയിൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുകയാണ്. അതുല്യനായ നമ്മുടെ അമരക്കാരൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജ് ഉലമ ഉൾപ്പെടെ അന്താരാഷ്ട്ര പ്രമുഖരായ ഔലിയാക്കളും സംബന്ധിക്കുന്നു. അവരോടൊപ്പം ജീവിതത്തിൽ എന്നെന്നും ഓർക്കാൻ നമുക്ക് നമ്മുടേതായ ഏതാനും മണിക്കൂറുകൾ എല്ലാവരെയും സ്വപ്നനഗരിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്ർ നിസ്കാരാനന്തരം വേദി ഉണരുകയായി. എല്ലാവരും സ്വപ്നനഗരിയിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോകത്ത് 26 രാജ്യങ്ങളിലായി
കഴിഞ്ഞ 45 കൊല്ലക്കാലം ഉജ്ജ്വലമായി മുഴങ്ങിക്കൊണ്ടിരുന്ന കാന്തപുരം ഉസ്താദിന്റെ ആ മനോഹരമായ ശബ്ദം ഇനി ഒരിക്കൽ കൂടി അനുഗ്രഹ പ്രഭാഷണം മദ്ഹുർ റസൂൽ പ്രഭാഷണവേദി ഇന്ന് 7 മണിക്ക് കോഴിക്കോട്ട് സ്വപ്നനഗരിയിൽ ഭുവന പ്രശസ്തരായ പണ്ഡിതന്മാരും നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിഥികൾ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും വലിയ വ്യക്തിത്വങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരമുണ്ടാവുകയും ചെയ്യും. എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വ്യാപകമായി 3000 മസ്ജിദുകൾ ഉൾപ്പെടെ എന്നും പ്രാർത്ഥനാപൂർവം കൈ കാണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കുവാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. 10,000 പൊരിവെയിലത്ത് വളരെ പ്രതീക്ഷയോടെ പിൻഭാഗത്ത് കാത്തുനിൽക്കുമ്പോൾ ഇടപെടലുകളൊന്നും വേണ്ട. ലൈനിൽ കൃത്യമായി സമയം പോലെ അണിനിരന്ന് മന്നം മുന്നോട്ട് നീങ്ങി പ്രദർശനത്തിന്റെ തൊട്ടു മുന്നിലെത്തുമ്പോൾ ഒന്ന് പെട്ടെന്ന് കടന്നുപോയി ഈ സദസ്സിനോട്, പ്രിയപ്പെട്ട ആശിഖീങ്ങളോട്, മുഹിബ്ബീങ്ങളോട് സഹകരിക്കുവാൻ എല്ലാ സുഹൃത്തുക്കളോടും വിനയത്തോടെ അറിയിക്കുകയാണ്. ഷഹർ മുബാറക്ക് പ്രദർശനം നമ്മുടെ മുമ്പിലുള്ളത് 2 പേടകങ്ങളാണ്. നീണ്ടത് ദുബൈയിൽ നിന്ന് ദക്തൂർ മുഹമ്മദ് ഖസ്റജി ഇവിടെ എത്തി ലക്ഷങ്ങളുടെ മുമ്പാകെ കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുള്ള മഹത്തായ സമ്മാനമാണ്. തൊട്ടിപ്പുറത്ത് വലിയ പേടകത്തിലുള്ളത് ബറകാത്തി സാദാത്തുക്കളിൽ നിന്ന് മുംബൈ വഴി ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുള്ളതാണ്. നോക്കുന്നതാണ് സംഭവം. അത് കാണുന്നതിൽ നമുക്ക് നേരം കിട്ടിയാലുമില്ലെങ്കിലും നോക്കിയ പുണ്യം നമുക്കെല്ലാവർക്കും ലഭിക്കും. മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കും. എല്ലാ ആലിമീങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. സാദാത്തുക്കൾ ആശംസകളുമായി നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോകണം. എല്ലാവരും ഉസ്താദുമാരുടെ കൈപിടിച്ച് ചുംബിക്കരുത്. സമയം ബുദ്ധിമുട്ടാകും. സ്ഥല സൗകര്യങ്ങൾ വളരെ പരിമിതം. 3 മണിക്ക് ചടങ്ങ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. 10,000 ഇനിയും കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരെയും പരിഗണിച്ച് പെട്ടെന്ന് കടന്നു നീങ്ങുവാൻ അറിയിക്കുന്നു. ഈ മഹത്തായ ദിനത്തിന്റെ ഓർമ്മകൾ എന്നും നമുക്കൊപ്പം നിലനിർത്തുന്നതിന് ആറ്റൽ നബി മഹത്തായ എല്ലാവരും കൈവശപ്പെടുത്തുവാൻ വിനയത്തോടെ അറിയിക്കുകയാണ്. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ് പ്രാർത്ഥനയും ഇന്ന് സ്വപ്നനഗരിയിൽ മഹാനവറുകളുടെ പുത്രൻ സയ്യിദ് ഫളുൽ കോയമ്മ ബുഖാരി കൂറാ തങ്ങൾ ദക്ഷിണ കന്നഡയിലെ കർണാടക സംസ്ഥാനത്തിലെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ആത്മീയ വ്യക്തിത്വങ്ങളിൽ ഉജ്ജ്വലനായ താരം ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പ്രാർത്ഥന ലഭിക്കും. ആരും കൈപിടിച്ച് ബുദ്ധിമുട്ടാക്കരുത് എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സന്നിധാനത്തിൽ വന്നു നിൽക്കുന്നത് ബറക്കത്തിനു വേണ്ടിയാണ്, പൊരുത്തത്തിനു വേണ്ടിയാണ്. വിനയവും സ്വലാത്തും നാം കൈമുതലാക്കുക. പെട്ടെന്ന് മുന്നോട്ട് നീങ്ങും. ഇന്ന് ബ്രിട്ടൻ, അമേരിക്ക, മറ്റു രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന്, അമേരിക്കൻ പ്രൊവിൻസസിൽ നിന്ന് എത്തിച്ചേർന്ന വലിയ പ്രശസ്തരായ പണ്ഡിതർക്കൊപ്പം ഒരു ചർച്ചാ പഠനവേദി, സെമിനാർ ഇപ്പോൾ മർക്കസ് കുതുബ്ഖാനയിൽ ലൈബ്രറി ഹാളിൽ നടക്കുന്നു. നേരത്തെ പേര് നൽകിയിട്ടുള്ള പണ്ഡിതരുണ്ട്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ആ സദസ്സിലേക്ക് എത്തിച്ചേരണമെന്നറിയിക്കുകയാണ്. ഷഹർ മുബാറക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർ 5 ലൈനുകളിൽ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുക. 2 പേടകങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നീണ്ടത് ദുബൈയിൽ നിന്ന് ഖസ്റജി അവർകൾ കൊണ്ടുവന്നതാണ്. വലിയ വലിപ്പത്തിലുള്ള പേടകം. അതിൽ വെച്ചിട്ടുള്ളത് ബറകാത്തി സാദാത്തുക്കളിൽ നിന്ന് 7 വർഷം മുമ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നോക്കുന്നതാണ് കാര്യം, കണ്ടുകിട്ടണമെന്നില്ല. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയുടെ ഈ സദസ്സ് ഇതിലെ ഒരു വന്നു പോകുന്നതിന് വേണ്ടി മാത്രം 1000 വെയിലത്ത് വളരെ വിയർപ്പൊഴുക്കി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നു. എല്ലാവരും സഹകരിക്കുക. താജുൽ ഉലമ ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അവர்களுടെയും മറ്റ് ഔലിയാക്കളുടെയും സാന്നിധ്യത്തിൽ
മഹത്തായ ആഫാർ മസ്ജിദിന്റെ സ്വപ്ന നഗരി ഉണരുകയായി. എല്ലാവരും അങ്ങോട്ട് നീങ്ങണം എന്ന് അറിയിക്കുകയാണ്. ഇതം പ്രഥമമായി 1.5 സഹസ്രാബ്ദത്തിനിടയിൽ കേരളത്തിൽ വന്നു ചേർന്ന ഷൗറ് മുബാറക്ക് എത്തിച്ചേർന്നത് അഹ്മദ് ഖസ്റജിയുടെ അനുഭവ സാക്ഷ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നേനയുള്ള നിർദ്ദേശപ്രകാരം കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ തന്നെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിനുള്ള ഓരോ ചില്ലിത്തൊട്ടും വന്നെത്തിച്ചേരുന്നത്. ആ കൈകളിൽ ലഭിക്കുന്നതൊക്കെ 100 മടങ്ങ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നതിന് രാജ്യവ്യാപകമായി തല ഉയർത്തി നിൽക്കുന്ന മഹത്തായ മസ്ജിദുകളും സ്ഥാപന സമുച്ചയങ്ങളും നമ്മോട് തെളിവ് പറയുമ്പോൾ ആ വിലപ്പെട്ട കരങ്ങളിലേക്ക് ഇനിയും നമ്മുടെ നൽകുവാൻ അവസരമുണ്ട്. മെയിൻ ഓഫീസ് പരിസരത്ത് കാന്തപുരം ഉസ്താദ് ഉണ്ട്. ബന്ധപ്പെടുവാൻ അപേക്ഷ. അത്യുത്തര കേരളത്തിലെയും തെക്കൻ കർണാടകത്തിലെയും എന്നു വേണ്ട ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയരായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ പുത്രൻ പ്രാർത്ഥനാപൂർവം ഇപ്പോൾ നമ്മുടെ വേദിയിലുണ്ട്. കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്, വലിച്ചു നീട്ടി പ്രയാസപ്പെടുത്തരുത്. പെട്ടെന്ന് കടന്നുപോകണം. 10,000ങ്ങൾ പിന്നിലുണ്ട്, മറന്നുപോകരുത്. മഹത്തായ ഈ ദിവസം എന്നും നമ്മുടെ ഓർമ്മയിൽ അലതല്ലുന്നതിന് മർക്കസ് വിദ്യാർത്ഥികൾ തയ്യാറു ചെയ്ത മഹത്തായ സാഹിത്യശില്പം ആറ്റൽ നബി പ്രകാശിതമായിട്ടുണ്ട്. കൈവശപ്പെടുത്തണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഹലോ يا نور الهدى عليك صلاة مع السلام خذ بأيدينا فكنا في الأمور حائدين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا ربي صلاة ترضيك وسلمنا على النبي الشفيع وآله عليك يا رسول الله الصلاة والسلام عليك يا حبيب الله رحيم يا حليم صل وسلم على النبي الحبيب وسيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة عليك يا حبيب الله إنا أتينا باب الحبيب الكريم فأرضي عنا وترضى في العباد المخلصين الصلاة والسلام عليك يا رسول الله الصلاة والسلام
عليك يا حبيب الله محبا إليك يا الله صل صلوات عليه وامحِ عنا كل ذنب وانصرنا المسلمين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله والدينا والأشياخ المرشدين واشترك والإخوان الناصرين الصلاة عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا الله تنبعنا في زمرة الصالحين بحق الحبيب قرة العينين سالمين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا رب البيت الحرام على النار علمنا صليا وسلمنا على خير طائفين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا رب البيت الحرام شتت شمل الكافرين وقهرناهم بقهرين يا ذا القوة المتين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഇന്റർനാഷണൽ സെമിനാറിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥികളും കുത്തുബുഖാനയിൽ എത്തേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇന്റർനാഷണൽ സെമിനാറിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് കുത്തുബുഖാനയിൽ എത്തേണ്ടതാണെന്ന് ഉസ്താദ് അറിയിക്കുന്നു. ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബിയ്യി അപശബ്ദങ്ങൾ ഉണ്ടാകരുത്, തിക്കും തിരക്കും കൂട്ടരുത്. ഷഹർ മുബാറക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ 2 പേടകങ്ങളാണ് ഉള്ളത്. നീളത്തിലുള്ളത് ദുബൈയിൽ നിന്ന്, വലുപ്പത്തിലുള്ളത് മുംബൈയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നോക്കുക, കടന്നു പോവുക. കാണുന്നത് പ്രശ്നമല്ല. ഈ മഹാസദസ്സിൽ നമ്മുടെ സാന്നിധ്യം മഹത്തുക്കളായ പണ്ഡിതന്മാർക്കൊപ്പം സദാത്തുക്കൊപ്പമുള്ള മജ്‌ലിസ്, പ്രാർത്ഥന, അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ആവേശത്തോടെ ഇനിയും വെയിലത്ത് കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് എല്ലാവരും കടന്നുപോയി സഹകരിക്കുക. അന്താരാഷ്ട്ര സെമിനാർ നേരത്തെ പേര് തന്നവരുണ്ട്. എല്ലാവരും ഉടനെ സംബന്ധിക്കുന്നതിനു വേണ്ടി അങ്ങോട്ട് എത്തിച്ചേരേണ്ടതാണ്.
എന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. സ്ഥാപനത്തിലെ മുതിർന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മർക്കസ് വിദ്യാർത്ഥികൾ ആരും ക്യൂവിലുണ്ടാകരുത് എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. മഹത്തായ മർക്കദു സഖാഫത്തി സുന്നിയയുടെ ഏറ്റവും പുതിയ സംരംഭം മഹത്തായ മസ്ജിദുൽ ആസാർ ഇന്നിന്റെ സായം സന്ധ്യയിൽ വൈകിട്ട് കോഴിക്കോട്ട് സ്വപ്നനഗരിയിൽ തറക്കല്ലിടൽ കർമ്മം നടക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, ഒരേ ഒരു തവണ മാത്രം നമുക്ക് സന്നിഹിതരാകാവുന്ന, നമ്മുടെ മനസ്സിലെന്നും കുളിരുവീഴ്ത്തുന്ന മനോഹരമായൊരനുഭവത്തിന് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമ ഉൾപ്പെടെ ഭുവനവിശ്രുതരായ ഔലിയാക്കളുടെ നേതൃത്വത്തിൽ മഹത്തായ പ്രാർത്ഥനാ സദസ്സ്, ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവർകളുടെ മഹത്തായ മദ്ഹുർ റസൂൽ പ്രഭാഷണം വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് സ്വപ്നനഗരിയിൽ എല്ലാവരും സംബന്ധിക്കണം എന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. ഇതം പ്രഥമമായി 1.5 സഹസ്രാബ്ദത്തിനിടയിൽ ആദ്യാനുഭവമായി ഷഹർ മുബാറക്ക് കേരളത്തിൽ കാന്തപുരം ഉസ്താദിന്റെ പുണ്യം ചെയ്ത കരങ്ങളിൽ, ആ വിശുദ്ധ കരങ്ങളിൽ തന്നെ ദീനീ പ്രവർത്തനങ്ങൾക്ക്, ആതുര സഹായത്തിന്, വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയവരാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും. ഒരിക്കൽ കൂടി ഉസ്താദിന്റെ കൈകളിൽ നേരിട്ട് നിങ്ങളുടെ വിനീതമായ സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് മെയിൻ ഓഫീസ് പരിസരത്ത് ഉസ്താദ് അവർകൾ ഉണ്ട്. താജുൽ ഉലമ, അതുല്യനായ വ്യക്തിത്വം, അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് എത്തിച്ചേരുന്നു. മഹത്തായ മദ്ഹുർ റസൂൽ പ്രഭാഷണ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. താജുൽ ഉലമയുടെ പുത്രൻ ഉത്തര കേരളത്തില്, കർണാടക സംസ്ഥാനങ്ങളിൽ ആയിരങ്ങൾക്ക് അഭയം നൽകുന്ന തേജസ്വിയായ പണ്ഡിതൻ, ബഹുവന്യനായ സയ്യിദ് ഫضൽ കോയമ്മ ബുഖാരി തങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം വേദിയിലുണ്ട്. സംഭാവനകൾ നൽകുക, കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്, കൈപിടിച്ച് വലിക്കരുത്, പെട്ടെന്ന് കടന്നുപോകണം. യതീംഖാന കവാടത്തിലൂടെ പുറത്തേക്ക് പെട്ടെന്ന് കടന്നുപോയി പിന്നിലുള്ള 10,000ങ്ങളോട് ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് സഹകരിക്കുവാൻ അറിയിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ കരങ്ങളിൽ തന്നെ സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് മെയിൻ ഓഫീസ് പരിസരത്ത് അവസരങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്തുക. ഷഹർ മുബാറക്ക് കാണാൻ വരുന്നവർ 2 പേടകങ്ങൾ കാണുന്നു. നോക്കുക, കാണുവാൻ മാത്രം കുറേ സമയം നമുക്കിവിടെ ചെലവഴിക്കാനില്ല. നോക്കുന്നതാണ് കാര്യം. അതിലാണ് വലിയ ബറക്കത്തും പൊരുത്തവുമുള്ളത്. മണിക്കൂറുകൾ ഇവിടെ വിയർത്തൊലിച്ച് വെയിലത്ത് കാത്തുനിന്ന് ഇവിടെ വന്നണയുന്ന മുഴുവൻ മുഹിബ്ബീങ്ങൾക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേർ നമ്മോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും രോഗങ്ങൾ ഭേദമാക്കട്ടെ, മോഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, ദോഷങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരുമിച്ച് ചേർന്നപ്പോൾ അഭിവന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മോടൊപ്പമുണ്ടായിരുന്നു. ഇന്ന് ഇല്ല. കോടിക്കണക്കിന് അക്ഷരങ്ങൾ പരിശുദ്ധ ദീനിനു വേണ്ടി എഴുതി നിറച്ച ആ മഹാപണ്ഡിതന് അല്ലാഹു അത്രയും എണ്ണം കണ്ട് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുകയാണ്. 9,000-ഓളം സഖാഫികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുഭൂതർ ബഹുവന്യരായ അബ്ദുള്ള ഉസ്താദ് കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അല്ലാഹു ഖബർ ഇന്നുവരെ സ്ഥാപനവുമായി സഹകരിച്ച, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി, അഭിനന്ദിച്ച് സഹകരിച്ച് കാന്തപുരം ഉസ്താദിന് പിന്തുണ നൽകിയ, ഓരോ ചില്ലിത്തുട്ടും കരുതി വെച്ച് ഈ സ്ഥാപനങ്ങളിൽ എത്തിച്ചിട്ടുള്ള മുഴുവൻ മുഹിബ്ബീങ്ങളോടും സ്ഥാപനം കൃതജ്ഞതാപൂർവം, പ്രാർത്ഥനാപൂർവം കടപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതം പ്രഥമമായി 1.5 സഹസ്രാബ്ദത്തിനിടയിൽ ആദ്യമായി ഷഹർ മുബാറക്ക് കേരളത്തിലെത്തുന്നു. കാന്തപുരം ഉസ്താദിന്റെ പുണ്യമുള്ള കരങ്ങളിൽ, ആ കരങ്ങളിൽ തന്നെ സ്വതക്കകൾ, സ്ഥാപനത്തിലേക്കുള്ള സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് സൗകര്യമുണ്ട്. വേദിക്ക് അപ്പുറത്ത് മർക്കസ് മെയിൻ അറിയിക്കുകയാണ്. വേദിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കൊപ്പം, ഉന്നതരായ നേതാക്കൾക്കൊപ്പം ആത്മീയ കേരളത്തിന്റെ ഉജ്ജ്വലനായ തേരാളി
ബഹുവന്യരായ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട പുത്രൻ കർണാടക സംസ്ഥാനങ്ങളിൽ തെക്കേ ഇന്ത്യയിൽ മുഴുക്കെ എമ്പാടും പേർക്ക് പ്രതിദിനം അഭയവും ആശ്വാസവും അരുളുന്ന സയ്യിദ് ഫضൽ കോയമ്മ ബുഖാരി തങ്ങൾ ഇപ്പോൾ നമുക്കൊപ്പം വേദിയിലുണ്ട്. ആ പുണ്യമുള്ള കരങ്ങളിൽ സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് സൗകര്യമുണ്ട്. അമേരിക്കൻ നാടുകളിൽ നിന്ന്, യൂറോപ്യൻ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന അതിഥികൾക്കൊപ്പം പ്രൗഢമായൊരു വിദ്വൽ സദസ്, സെമിനാർ ലൈബ്രറി ഹാളിൽ ഉടനെ നടക്കുകയാണ്. എല്ലാവരും അഥവാ നേരത്തെ പേര് നൽകിയവരും തുടർന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പണ്ഡിതർ മാത്രം ആ രജിസ്ട്രേഷൻ കൗണ്ടറിലൂടെ മഹത്തായ ആ സദസ്സിലേക്ക് എത്തിച്ചേരണമെന്നൊരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമുക്ക് പോകാനായില്ല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, അത് ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ പൊള്ളുന്ന ഓർമ്മകളുമായി എന്നും നമ്മുടെ ഹൃദയത്തിൽ തുടിച്ചു നിൽക്കുന്ന മീസാൻ എന്ന തുലാസിൽ നമുക്ക് ഏറ്റവും കനം തൂങ്ങുന്ന വലിയൊരു അനുഗ്രഹീതമായ മുഹൂർത്തം മസ്ജിദുൽ ആഫാറിന്റെ മഹത്തായ ശിലാസ്ഥാപനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇടതടവില്ലാതെ കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിന്റെ 4 അതിരുകൾക്കപ്പുറത്തും 27 രാജ്യങ്ങളിൽ ഉജ്ജ്വലമായി മുഴങ്ങിയ കാന്തപുരം ഉസ്താദിന്റെ കരുത്തുറ്റ ശബ്ദം, മദ്ഹുർ റസൂൽ പ്രഭാഷണം ഒരിക്കൽ കൂടി കോഴിക്കോട് നഗരത്തിൽ ഇന്ന് വൈകിട്ട് 6:30 മണിയോടെ അരങ്ങുണരുകയായി. മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിനും എല്ലാവരെയും ഈ അവസരത്തിൽ വിനയത്തോടെ ക്ഷണിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര സെമിനാറിൽ സംബന്ധിക്കുന്നതിന് പേര് നൽകിയിട്ടുള്ളവരും തുടർന്ന് ഇനി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരും രജിസ്ട്രേഷൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയ ശേഷം എത്രയും പെട്ടെന്ന് ലൈബ്രറി ഹാളിൽ എത്തിച്ചേരണം എന്നറിയിക്കുകയാണ്. മസ്ജിദുൽ ആഫാർ 1000 രൂപ കൊടുത്ത് നിർമ്മാണ പ്രക്രിയകളിൽ പങ്കുചേരുന്നതിന് നമുക്ക് അവസരമുണ്ട്. എന്നേക്കും ആ മസ്ജിദിൽ നമ്മുടേതായ ഒരു വഖഫ് സമ്പാദ്യം, ഒരു മുസല്ല 25,000 രൂപ മാത്രം, അതിനും ഇവിടെ അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതുവരെ സഹായിച്ച, സഹകരിച്ച, പിന്തുണച്ച, സന്ദർശിച്ച എല്ലാവരെയും കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നതോടൊപ്പം കാന്തപുരം ഉസ്താദിന്റെ പുണ്യമുള്ള കരങ്ങളിൽ തന്നെ നമ്മുടെ സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് മെയിൻ ഓഫീസ് പരിസരത്തേക്ക് ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്. താജുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅഹ്, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. മഹാനവർകൾ ഇന്ന് വൈകിട്ട് സ്വപ്നനഗരിയിൽ നമ്മുടെ മഹത്തായ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്നു. അഭിവന്യനായ പുത്രൻ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ഫضൽ കോയമ്മ ബുഖാരി തങ്ങൾ കൂറ ഇപ്പോൾ നമ്മോടൊപ്പം ഈ മഹത്തായ ഷഹർ മുബാറക്ക് വേദിയിലുണ്ട്. കൈപിടിച്ചു വലിക്കാതെ സഹായഹസ്തങ്ങൾ, നമ്മുടേതായ സംഭാവനകൾ വിനയത്തോടെ ലഭ്യമാക്കി പെട്ടെന്ന് മുന്നോട്ട് കടന്നു പോവുക. യതീംഖാന ക്യാമ്പസിലൂടെയാണ് പിന്നിലേക്കുള്ള വഴി. ഒരുപാട് ലൈനുകളിൽ 10,000 വഴികളൊക്കെ ബ്ലോക്കായി ഇനിയും ബുദ്ധിമുട്ടുകയാണ്. പെട്ടെന്ന് കടന്നു പോകണം. നോക്കിയ ായ സാദാത്തുക്കൾ മുഖേന പ്രഗത്ഭരായ പണ്ഡിതന്മാർ വഴിയായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അത് കാണുന്നതിന്, ബറക്കത്ത് ലഭ്യമാകുന്നതിനു വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ മുഹിബ്ബീങ്ങൾക്കും സ്വാഗതം. പരിശുദ്ധ ഷഹർ മുബാറക്കിന്റെ തീർത്ഥജലം, തബറുക്കിന്റെ പുണ്യജലം നമുക്ക് ലഭിക്കുന്നതിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കുപ്പികളിലായി മുഅ്മിനീങ്ങൾക്കത് ലഭിക്കുന്നതിന് കാന്തപുരം ഉസ്താദ് കാലേക്കൂട്ടി ഏർപ്പാട് ചെയ്തു. അതുവഴിയൊക്കെ ഭീമമായ സംഖ്യകൾ സ്ഥാപനത്തിന് ഉണ്ട്. നിങ്ങളെല്ലാവരും സ്ഥാപനത്തെ സഹായിക്കണം. ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, ഒരനാഥയെ, ഒരു ആലിമിനെ ഒരു വർഷം സംരക്ഷിക്കുന്നതിന് 12,000 രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയും തുക നൽകി തകാഫുൽ പദ്ധതിയിൽ അംഗങ്ങളാകുന്നതിന് ഇവിടെ അവസരമുണ്ട്. ആരും മറന്നുപോകരുത്, മാറി നിൽക്കരുത്, ഓർമ്മപ്പെടുത്തുകയാണ്. ഉന്നതമായ ഈ മഹത്തായ സുദിനത്തിന്റെ ഓർമ്മകൾ എന്നുമെന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്നതിന് ഇഹ്യാ ഉസ്സുന്ന പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആറ്റൽ നബി സാഹിത്യശില്പം ഈ വേദിയിൽ പ്രകാശിതമായിട്ടുണ്ട്. കൈവശപ്പെടുത്തണം എന്ന് വിനയത്തോടെ അറിയിക്കുന്നു. പെട്ടെന്ന് മുന്നോട്ട് മാറി എല്ലാവരും സഹകരിക്കുക. അഭിവന്യരായ കാന്തപുരം ഉസ്താദ്, മഹാന്മാരായ നേതാക്കൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ മഹത്തായ വരദാനം
അവരുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുള്ള സയ്യിദ് ദക്തൂർ മുഹമ്മദ് അഹ്മദ് അൽ ഖസ്റജി ഇപ്പോൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും എന്ന സന്തോഷവാർത്ത കൂടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ബറക്കാത്ത് സാദാത്തുക്കളുടെ മുഖേനയായി നമുക്ക് ലഭിച്ചിട്ടുള്ള മഹത്തായ ഷഹർ മുബാറക്ക് നമുക്ക് കൈമാറിയ ഇമ്രാൻ ജാലിയവാല ഇന്ന് വൈകിട്ട് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നമുക്കൊപ്പമുണ്ടാകും എന്നുകൂടി എല്ലാ മുഅ്മിനീങ്ങളെയും അറിയിക്കുന്നു. ഒരുപാട് പേരെ ഇന്ന് വിളിച്ചു നോക്കിയപ്പോൾ അവർക്കൊക്കെ മൊബൈൽ ഓഫാണ്. ഇനി ഒരിക്കലും അവർക്കാർക്കും അപശബ്ദങ്ങൾക്ക് അവസരമുണ്ടാവുകയില്ല എന്ന് ആർത്തലച്ചൊഴുകുന്ന സുന്നി പടയണി ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അഭിവന്യരായ കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ, മഹാന്മാരായ സാദാത്തുക്കളുടെ കൈകളിൽ നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള സംഭാവനകൾ ഏൽപ്പിക്കുന്നതിന് അവസരമുണ്ട്. അല്ലാഹു അക്ബർ. قولوا تكبير الله أكبر. قولوا تكبير الله أكبر. طلع البدر علينا من ثنيات الوداع وجب الشكر علينا أنا فينا جئت بالأمن المطاع جئت شرفت المدينة مرحبا يا خير دار ولا البدر علينا وجب الشكر علينا بدا أيها المبعوث فينا جئت بأمن المطاع جئت شرف المدينة مرحبا يا خير دار مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير സ്റ്റേജിലുള്ളവരെല്ലാവരും ഇരിക്കണം. സ്റ്റേജിൽ അതിഥികളുടെ ശ്രദ്ധിക്കുക. സ്റ്റേജിന്റെ മുകളിലും അതിഥികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് മറ്റുള്ളവർ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. We welcome here our distinguished guests from different parts of the world who reached here to attend our international seminar on Risale Noors, the approach of Ustad Badi'ur Zaman Nursi, rahmatullahi alayh. രാവിലെ മുതലേ നിൽക്കുന്നവരെ ഒന്നൊന്ന് അധികൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കും പ്ലീസ്. Professor Dr. Faris Kaya, General Secretary at Istanbul Foundation for Science and Culture, Turkey. Mr. Riza Akçali, ex-minister and member of Parliament, Turkey. Mr. Abdullah Yagin, student of Badi'ur Zaman Said Nursi, Turkey. Sheikh Ihsan Mustafa, translator of Risale Noors to Arabic, Iraq. Professor Dr. Colin Turner,
Professor Dr. Thomas Michael, Professor Dr. Alpslan Ashgang, Professor Dr. Bilal Kusmanar, Dr. Abdul Hakim Inis, Dr. Ihsan Mustafa, translator of Risale Notes to Arabic, Mr. Ali Kachios, IFSC Turkey, and we welcome all of the guests who came here from various parts of the world, from America, from Singapore, from Turkey, from Vatican, from Sri Lanka, to be blessed by this holy relic of Messenger, beloved Messenger sallallahu alaihi wasallam. And we welcome Honorable Sheikh Dr. Ahmad Khazraji and Sheikh Hamid Al-Kaf to this dais for their visit to this function of the visit of holy relic of Messenger sallallahu alaihi wasallam. مرحبا 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 يا مصطفى مرحبا 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 يا مصطفى مرحبا 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 يا مصطفى طلع البدر علينا من ثنيات الوداع طلع البدر علينا من ثنيات الوداع وجب شكره علينا ما دعا لله دار مرحبا 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 يا مصطفى مرحبا 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 يا مصطفى شمس أنت بدر ورالي أنت مصباح الصدور مرحبا 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 يا مصطفى مرحبا 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 يا مصطفى البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داع الله 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 البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داع مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم من ترجي من به سلمي ما زدت دمعا جرى من نقلة بدني محبتي لهم تلقاء كلمتي ما أومى البرق في الماء من إلمي. സഹോദരന്മാരെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ അബുദാബിയിലെ ഡോക്ടർ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി, ഷെയ്ഖ് അഹമ്മദ് അൽകാഫ്, മറ്റ് തുർക്കി, അമേരിക്ക, ദുബായ്, സിംഗപ്പൂർ, വത്തിക്കാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ അവരുടെ അല്പസമയം വേദിയിൽ ഇരുന്ന് അതിനുശേഷം സെമിനാറിലേക്ക് പോകും.
ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പേർ അതിൽ നിന്ന് നമ്മോടിപ്പോൾ സംസാരിക്കും. ദയവ് ചെയ്ത് എല്ലാവരും മൊബൈൽ ക്യാമറകൾ താഴ്ത്തിപ്പിടിക്കണം, മൊബൈൽ ക്യാമറകൾ ഓഫ് ചെയ്യണം. അത് ഈ സദസ്സിനോടുള്ള അദബുകേടാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. السلام عليكم ورحمة الله وبركاته. أيها المؤمنون، أيها الإخوة، أيها الأحباب، أحباب رسول الله صلى الله عليه وسلم، أنتم اجتمعتم في هذا المجلس المبارك منذ منتصف البارحة، فهناك آلاف من المؤمنون، آلاف من المسلمين، آلاف من المحبين اجتمعوا هنا لكي يتشرفوا بالرؤية المباركة إلى شعرة من شعراته صلى الله عليه وسلم التي شرف رحمة الله يطول عمره، الله يبارك في عمره. وتلك الشعرة التي شرف الله سبحانه بها الأمة الإسلامية في الهند كلها، فها نحن جميعا هنا اجتمعنا في محبته صلى الله عليه وسلم لكي نتشرف بهذه الآثار الشريفة النبوية، ولكي نتشرف بشرب ذلك الماء المبارك. وعندنا كوكبة من مداح رسول الله صلى الله عليه وسلم، وعندنا مجموعة من أتباع بديع الزمان النورسي، الله ينور مرقبه ويبارك في خدماته. هؤلاء الرجال هم أي رجال؟ رجال خلوا في سبيل الله سبحانه حياتهم الطويلة. فهؤلاء الشباب من أمريكا، من تركيا، هنا معنا ومعكم لكي يتشرفوا بهذا المجلس المبارك. الآن إن شاء الله نستمع إلى فضيلة العالم الكبير الأستاذ الدكتور عبد الحكيم إنيس من دبي من الإمارات العربية المتحدة. إن شاء الله نستمع إلى بعض كلماته القيمة، وهو فضيلته سعادته من العلماء الكبار من أتباع بديع الزمان النورسي العلامة فقيد الأمة. فليتفضل دكتور لكي نستمع معا إلى كلماتكم المباركة، وجزاكم الله عنا جميعا خير الجزاء. والسلام عليكم. അന്താരാഷ്ട്ര സെമിനാറിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിവിധ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർക്ക് മർക്കസിലുള്ള ഈ ഷാറെ മുബാറക്ക് പ്രദർശനത്തിന് കൂടി ഹാജരാകണം എന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ ആ സെമിനാർ ഇന്ന് തന്നെ വെച്ചത്. ആ മഹാന്മാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ പ്രസംഗിക്കാൻ അവസരം ഇല്ലാത്തതിനാൽ ഒന്നോ രണ്ടോ പേർ മാത്രമേ നമ്മോട് സംസാരിക്കുന്നുള്ളൂ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വലിയ പണ്ഡിതന്മാരടങ്ങുന്ന സഈദ് നൂറസി എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം ദുബൈ മഹാനവറുകൾ നമ്മോട് അല്പസമയം സംസാരിക്കുന്നു. ഫല്യതഫദ്ദൽ മഷ്കൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم. الحمد لله وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين، آل بيت النبي الطاهرين وعمن اتبع هداهم واقتفى آثارهم إلى يوم الدين. صاحب الفضيلة الأستاذ الشيخ الكبير
أبو بكر أحمد، صاحب السماحة السيد أحمد الخزرجي، الأستاذ فارس قايا مدير مؤسسة الثقافة في اسطنبول، أيها العلماء الأجلاء، أيها الطلبة المحترمون، أيها المسلمون في كل مكان، السلام عليكم ورحمة الله تعالى وبركاته. ما أجمل هذا الجمع المبارك، وما أعظم هذه اللحظات التي نعيشها جميعا في هذا المكان الطاهر. وما الذي جمعنا، وما الذي أتى بنا، وما الذي ألف بين هذه القلوب الطاهرة؟ إنه حب رسول الله. أيها الإخوة الأحبة، إذا كانت شعرة واحدة تنتسب إلى رسول الله صلى الله عليه وسلم كفيلة بإحداث هذا الحب وهيجان هذه المشاعر وتألف هذه القلوب، فكيف لو كان رسول الله صلى الله عليه وسلم حيا بيننا بذاته الشريفة؟ ولهذا نحن وإن كنا تأخرنا عن عصره الشريف فإن لنا قلوبا تنبض بحبه، وإن لنا نفوسا تفتديه بكل شيء، وإن لنا عقولا تهيم في محبته وتفتدي شرعه. عسى أن يجمعنا الله عز وجل به في دار الخلد، وأن نسقى من يده الشريفة كأسا لا نظمأ بعدها أبدا. أيها الإخوة الأحبة، رسول الله صلى الله عليه وسلم لا يعرف قدره إلا الله الذي خلقه، فمحمد سبحان من سواه، فمحمد سبحان من سواه، ما فوقه والله إلا الله، محمد رسول الله. ما أجمل ما يقوله أحد المحبين السائرين إلى رسول الله صلى الله عليه وسلم: أتيتك زائرا ووددت أني لو استطعت أن أمشي على الآماق. أتيتك زائرا ووددت أني ملكت سواد عيني أمتطيه. أتيتك زائرا ووددت أني ملكت سواد عيني أمتطيه، وما لي لا أسير على المآقي إلى قبر رسول الله فيه. ما أجمل ما يقوله إمام المحدثين الإمام يحيى بن معين رحمه الله، إمام أهل الجرح والتعديل، يحيى بن معين الحافظ الكبير البغدادي. ما أجمل ما يقول، واسمعوا أيها الإخوة إلى هذه المقولة من يحيى بن معين. قال: زيارة إلى المدينة المنورة أحب إلي من 200 طواف. زيارة إلى المدينة المنورة أحب إلي من 200 طواف. يا رسول الله، يا رسول الله، يا من قال الله في حقك: وإنك لعلى خلق عظيم. يا مصطفى من قبل نشأة آدم والكون لم يفتح له إغلاق، أيروم مخلوق ثناءك بعدما أثنى على أخلاقك الخلاق؟ ماذا يقول الإنسان بعد ثناء الله سبحانه وتعالى؟
أيها الإخوة الأحبة، فنظرة من رسول الله تلحقني بالصالحين وإن أمشي على مهلي. ما أجمل ما يقوله الإمام بديع الزمان سعيد النورسي عن نظرة من رسول الله صلى الله عليه وسلم، بأن نظرة واحدة منه كانت كفيلة أن تقلب إنسانا أعرابيا جاهلا إلى إنسان عالم عارف حكيم. هكذا نظرة واحدة من رسول الله، فنظرة من رسول الله تلحقني بالصالحين. بهذه المناسبة العطرة وبهذه الذكرى السعيدة نسأل الله أن يعيدها علينا أعواما مديدة وسنين كثيرة، والمسلمون وهم أقرب إلى رسول الله قلبا وقالبا وذاتا ونفسا وقلبا وعقلا. بارك الله لنا جميعا بهذا اللقاء، وبارك الله لنا جميعا بصاحب الفضيلة الشيخ أبي بكر، ودامه الله فارسا من فرسان الإسلام وبطلا من أبطال الإيمان. وصلى الله على صاحب الذكرى سيدنا محمد رسول الله وعلى آله وصحبه أجمعين. ശുക്രൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു 2 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ് തുർക്കിയിൽ നിന്ന് വന്ന അവിടുത്തെ മുൻ പാർലമെന്റ് മെമ്പർ കൂടിയായ അവിടുത്തെ എം പിയും മന്ത്രിയുമായിരുന്ന റിസ അക്കാശെ എന്ന് പറയും നമ്മോടൊരു അല്പസമയം തുർക്കിയിൽ സംസാരിക്കും. അതിന്റെ പരിഭാഷ ഡോക്ടർ എഹ്സാൻ കാസിം ചെയ്യുന്നതാണ്. Brother Riza Akçali, ex-minister and member of parliament Turkey, will deliver in Turkish language and it will be translated by Sheikh Dr. Ihsan Qasim to Arabic. Bismillahirrahmanirrahim. Esselamu aleyküm ve rahmetullahi ve berekatühü. Ebeden daima. Evet, Türkiye'den selam getirdik, muhabbet getirdik. Bu güzel mektebin, bu güzel ülkenin güzel insanlarına, Müslüman kardeşlerimize Cenab-ı Allah buyuruyor ki innemel müminüne uhbetun. Hepimiz kardeşiz, biriz, beraberiz. Bizler Türkiye'den güzel selamlar, kalp dolusu selamlar. Arapça. Nahnu ateyna min Türkiye ve meli'un kulubuna bil mahabbe, mahabbetir Resul sallallahu aleyhi ve sellem ve mahabbetil mu'minine bil Resul sallallahu aleyhi ve sellem ve التقينا معكم لأن الله سبحانه وتعالى يأمرنا إنما المؤمنون Sizlerle beraber olmaktan çok bahtiyarız, heyecanlıyız, mutluyuz, umutluyuz. ونحن سعداء ومحظوظين ونحن طلاب بديع الزمان سعيد النورسي الذي ألف كليات رسائل النور ولأننا معكم فنحن سعداء جدا. Evet, Bediüzzaman ittihat cehl ile olmaz. İttihat imtizacı efkardır. İmtizacı efkar marife ile olur. بديع الزمان سعيد النورسي يقول أن الاتحاد هو امتزاج الأفكار، فنحن نتفق مع أفكار الأمة الإسلامية
فإذا نحن متفقون ومتحدون معهم. Evet, birbirimizle muharefe ettikçe, birbirimizi tanıdıkça, birbirimizin fikirlerini öğrendikçe İttihad-ı Kulûb ve İttihad-ı İslam gerçekleşecektir inşallah. كلما نحن تقربنا بعضها مع البعض وعرفنا بعضها مع بعض وتعارفنا قدمنا خطوات إلى الاتحاد الإسلامي الموجود. Bu dönem manevi cihat dönemidir. فهذا العصر هو عصر الجهاد المعنوي. الجهاد المعنوي الذي يقول به الأستاذ بديع الزمان سعيد النورسي. Bediüzzaman bu dönem, bu çağ fikirle galebe edilecek çağdır. Dolayısıyla medenilere galebe etmek ikna iledir, icbar ile değildir buyuruyor. هذا العصر هو عصر العلم. فنحن إذا أردنا أن نقنع المتحضرين في الوقت الحاضر لا بد أن نقنعهم بالدلائل العلمية والعقلية. Vazifesi çok daha fazla, çok daha ağır. Çünkü bulunduğunuz ülke 1 milyarın üzerindeki nüfusa sahip bu ülkede imanı, İslam'ı, güzelliği, ahlakı hem hayatınızla, hem yaşayışınızla, hem fikirlerinizle ihtiyacı olanlara aktarmak, onlara da imana, İslam'a davet etmek, böylece kardeşliği geliştirmek gibi bir görev hepinizin omzunda. أنتم تحملون مسؤولية عظيمة جدا لأنكم تعيشون في أوساط غير إسلامية، فلا بد أن غير المسلمين يرون فيكم الإسلام نموذجا في أخلاقكم، في تصرفاتكم، في معاملاتكم، في كل أعمالكم. فهم لا يقرؤون الإسلام، يقرؤون الإسلام فيكم. فإذا رأوا فيكم الصدق يعلمون أن الإسلام يأمر بالصدق، وإذا رأوا فيكم الوفاء فيعلمون أن الإسلام يأمر بالوفاء، وهكذا. فإن شاء الله تكونون نموذج جيد جدا للإمثال بالإسلام. Evet, bu İslamiyet'in parça parça olduğu bir dönemde Bediüzzaman Hazretleri büyük bir umutla, heyecanla sesleniyor. Diyor ki, işte Hindistan, İslam'ın müstahit bir veledidir. İngiliz Mektebi İdadisi'nde çalışıyor. Şu asilzade evlat şehadetnamelerini aldıktan sonra her biri bir kıta başına geçecek, muhteşem, adil pederleri olan İslamiyet'in bayrağını afak-ı kemalatta temevvüc ettirmekle kader-i ezeliğinin nazarında feleğin inadına nev-i beşerdeki hikmet-i ezeliyenin sırrını ilan edecektir. بديع الزمان بعد الحرب العالمية الأولى عندما تمزقت الدول الإسلامية شذر مذر تكلم مع واحد بوليس الروسي فكان يقول له أن الهند أهل الهند هم الولد الإسلام ابن الإسلام البار. تكلموا في المدرسة الإنجليزية وعندما يأخذون شهاداتهم العلم عند ذلك يأخذون ويرفعون راية الإسلام خفاقة عالية. Bu güzel toplantıyı tertip eden okulumuzun değerli yöneticilerine, bizleri buraya davet eden değerli büyüklerimize teşekkür ediyoruz, saygı sunuyoruz, sevgi sunuyoruz. Allah'a emanet olunuz. ونحن في هذا الموقف الجميل الله وبركاته. والسلام عليكم ورحمة الله وبركاته. شكرا إن شاء الله ننتقل إلى سيمينار. ഓക്കെ إن شاء الله إلى المنتدى. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ഇന്നിവിടെ നടക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിന് പേര് രജിസ്റ്റർ ചെയ്ത ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ നമ്മുടെ ലൈബ്രറി ഹാളിലേക്ക് അവരുടനെ എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ സെമിനാർ ഉടനെ ആരംഭിക്കുന്നതാണ്. ഷഹർ മുബാറക് എല്ലാവരും പെട്ടെന്ന് മുന്നോട്ട് കടന്നു വന്ന് ഉടനെ കടന്നു പോകേണ്ടതാണ്. അല്ലാഹു അക്ബർ. ان شاء الله انا اقولهم ولا انت؟ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا مولانا محمد وعلى آله وصحبه أجمعين. إن شاء الله نلتقي مساء وسنتحدث معكم مطولا والسلام عليكم. അല്ലാഹു അക്ബർ. പറയാനുള്ളതെല്ലാം ഇന്ന് മഹത്തായ മസ്ജിദുൽ ആഫാർ ശിലാസ്ഥാപന വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എനിക്കൊരുപാട് പറയാനുണ്ട്. എല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لي لا بداعي صلى عليه عليك يا حبيب الله أنت شمس أنت بدر أنت شمس أنت بدر أنت نور أنت أنت إكسير وغالي أنت مصباح الصدور صلى عليك يا رسول الله وسلم عليك يا حبيب الله. സയ്യിദ് അസ്ലം ജിഫ്രി തങ്ങൾ സിലോൺ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീലങ്കയിലും പരിസര പ്രദേശങ്ങളിലും 10,000ങ്ങൾക്ക് അഭയമേകുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങൾ, പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് അസ്ലം ജിഫ്രി തങ്ങൾ സിലോൺ ഇപ്പോൾ നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കരങ്ങളിൽ സംഭാവനകൾ ഏൽപ്പിക്കാവുന്നതാണ്. ബുദ്ധിമുട്ടാക്കാതെ പെട്ടെന്ന് എല്ലാവരും കടന്നു പോകണം. സമയം വല്ലാതെ ബാക്കിയില്ല. ആയിരങ്ങൾ ഇനിയും ദൈവത്തെ കാത്തു നിൽക്കുന്നതിനാൽ എല്ലാവരും പെട്ടെന്ന് കടന്നു വരിക, പെട്ടെന്ന് കടന്നു പോകേണ്ടതാണ്. പിൻഭാഗത്ത് വിശാലമായ ഗ്രൗണ്ടിലൂടെ ഒഴിഞ്ഞു പോകാൻ സൗകര്യമുണ്ട്. മഹത്തായ മസ്ജിദുൽ ആഫാറിന്റെ കൂപ്പണുകൾ ഇവിടെ ലഭ്യമാണ്. കൈവശപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. പണ്ഡിതന്മാർക്ക് സെമിനാറിൽ സംബന്ധിക്കുന്നതിന് അവസരമുണ്ട്. നേരത്തെ പേർ നൽകിയവരും തുടർന്ന് ചേരാൻ ആഗ്രഹിക്കുന്നവരും സദസ്സ് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. സയ്യിദ് അലി ഫഖീഹ് തങ്ങൾ ഉൾപ്പെടെ കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മെയിൻ ഓഫീസ് പരിസരത്ത് ഏതാണ്ട് 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മോടൊപ്പം ഉണ്ടാകും. അവരെ സമീപിക്കാവുന്നതാണ്. ലാ തർഫഉ അസ്വാതക്കും, അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. നഹ്നു ഫീ
നബിയുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിലക്ക് നാം അവരെ പ്രത്യേകം പരിഗണിച്ചതാണ് എന്ന് എല്ലാ സുഹൃത്തുക്കളോടും വിനയത്തോടെ അറിയിക്കുകയാണ്. തത്തൂർ മുഹമ്മദ് അഹമ്മദ് അൽ ഹസ്റജി മഹാനവർകൾക്ക് നമ്മോടെമ്പാടും പറയാനുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം നടക്കുന്ന മഹത്തായ ശിലാസ്ഥാപന സംഗമത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 45 വർഷക്കാലമായി ഇടതടവില്ലാതെ നൂറുകണക്കിന് മുസ്ലിം രാജ്യങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രൗഢമായ ശബ്ദം, മദ്ഹുർ റസൂൽ പ്രഭാഷണം ഒരിക്കൽ കൂടി ഇന്നിന്റെ സായം സന്ധ്യ നടക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. മുംബൈയിൽ നിന്ന് ആർക്ക് ആര് എപ്പോൾ എന്തെല്ലാമാണ് നൽകിയത് കോട്ട് നമ്മോട് സംസാരിക്കുന്നു. എല്ലാവരെയും ശ്രോതാക്കളായി പ്രത്യേകം ക്ഷണിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു മുഹൂർത്തം, ഷഹ്റ് മുബാറക്കിന്റെ മഹത്തായ മസ്ജിദ് ശിലാസ്ഥാപന സന്ദർഭം പങ്കുചേരാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങളുടെ ഓമന മകൻ ആ കരങ്ങളിൽ നമുക്ക് സംഭാവനകളാവുന്നതാണ്. കൈപിടിച്ചു വഹിക്കരുത്, ബുദ്ധിമുട്ടാക്കരുത്. കൂടി ആയിരം കാത്തുനിൽക്കുന്നു, പെട്ടെന്ന് കടന്നു പോകണം. സാദാത്തുക്കളുടെ ഉന്നതരായ നേതൃത്വം, മഹത്തായ ശക്തമായ സയ്യിദ് അലി തങ്ങൾ നമ്മോട് വേദിയിലുണ്ട്. എല്ലാവരും ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. മന്ദം സ്വലാത്തോടെ ഈ മഹത്തായ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വെയിൽ തടസ്സമല്ല, ദൂരം തടസ്സമല്ല. ആരെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാക്കിയാലും പ്രവാചക പ്രേമികൾ അതൊരിക്കലും തടസ്സമാകില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളോട് മർക്കസ് ഹൃദയ പുരസ്സരം ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. അതുപോലെ മാത്രം പെട്ടെന്ന് കടന്നു പോകണം എന്ന് വിനയത്തോടെ പ്രൗഢമായ ഒരു സെമിനാർ നടത്തുന്നു. ലൈബ്രറി എല്ലാവരും അങ്ങോട്ട് മാറിത്തരണം എന്ന് വിനയത്തോടെ അറിയിക്കുന്നു. സ്റ്റേജിലേക്ക് അതിഥികൾക്ക് വരാൻ തടസ്സമുണ്ടാക്കരുത്, ഒന്ന് മാറിത്തരണമെന്ന് അറിയിക്കുന്നു. അപ്രസക്തമായി സുഹൃത്തുക്കൾ പരമാവധി സംയമനം, അച്ചടക്കം എന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വിജാപത്ത് അത് ബറക്കത്താണ്, ഹുറുമത്താണ്. അതബുകളായി ഒന്നും ഉണ്ടാക്കരുത്. മുന്നിലുള്ള 2 വേണ്ടകൾ, അതിലൊന്ന് ദുബൈയിൽ നിന്നും മറ്റൊന്ന് മുംബൈയിൽ നിന്നും ഒന്നിനോടൊപ്പം കൂടിയുണ്ട്. മുംബൈയിലേത് 3 ചേർന്നതാണ്. സഹോദരന്മാരെ കാണുക, നോക്കുന്നതാണ് പ്രശ്നം. കാണാൻ സാധിച്ചാലില്ലെങ്കിൽ പെട്ടെന്ന് കടന്നു പോകണം. ചെറിയ ഒരു വസ്തുവായതുകൊണ്ട് അത് ശരിക്കും തെളിഞ്ഞു കാണുന്നതിനാണ് പിൻഭാഗത്ത് വെളുത്ത ബദലം വെച്ചിട്ടുള്ളത്.